അഖിൽമാരാർ സംസാരിച്ച കാര്യങ്ങളിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനോ ഞാനിപ്പോ നിൽക്കുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അഖിൽ മാരാര് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു ഇഷ്യൂ, കാരണം എല്ലാവർക്കും അറിയാം സിബിൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പൊ ആ ഒരു ഇഷ്യൂല് പേഴ്സണലായിട്ട് നമ്മൾ ഒരാളുടെ അടുത്ത് വിളിച്ചിട്ട്, ഇപ്പം എൻ്റെ അടുത്തും കുറെ പേര് പേഴ്സണലായിട്ട് സംസാരിക്കും. ഇപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രശ്നം വരെ, അപ്പൊ ഇപ്പൊ നീ എൻ്റെ അനിയത്തിയാണ്, അപ്പൊ നീ എൻ്റെ അടുത്തൊരു പേഴ്സണലായിട്ട് ഒരു ഇഷ്യൂ വന്നിട്ട് ചേച്ചി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എനിവേ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നൊരു ലൈവില് ഒരു അനുവാദം കൂടാതെ സംസാരിക്കുമ്പോൾ ഇതിന്റെ കോൺസിക്വൻസസും കാര്യങ്ങളും അനുഭവിക്കുന്നത് ഇപ്പുറത്തെ സൈഡാവും. അപ്പോ അതൊന്ന് ചിന്തിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതായത് പറയുന്നത് ശരിയോ തെറ്റോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഒരാളെ പറ്റി പരാമർശിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് കംഫർട്ടബിൾ ആണോ, ഞാൻ സംസാരിച്ചോട്ടെ ഈ വിഷയം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടോക്ക് നമ്മൾ പൊതുവെ ചോദിക്കില്ലേ. അപ്പോൾ അതുണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അതുമല്ലാതെ ഇപ്പം ഒരുപാട് പേര് ആ ഇഷ്യൂവിന്റെ പേരിൽ ഈ ഒരു വ്യക്തിയുടെ പേര് തന്നെ എടുത്ത് പറയുമ്പോൾ ഈ ഒരു വ്യക്തി അതിനെപ്പറ്റി റിയാക്ഷനും ചെയ്യുന്നില്ല. കാരണം ആൾക്ക് ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മെന്റലി എന്താ പറയാ ഡൗൺ ആവും നമ്മള്. ഒബ്വിയസ്ലി സിബിൻ വിളിച്ചായിരുന്നോ ഈ ഇഷ്യൂ അഖിൽമാരന്റെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം? സിബിൻ എനിക്ക് എന്നെ ഡെയിലി സിബിൻ വിളിക്കാറുണ്ട്. അല്ല, എന്നിട്ട് പുള്ളിക്കാരന്റെ ഒരു റിയാക്ഷൻ എന്താണോ ഈ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ? പുള്ളിക്കാരെ പറഞ്ഞേ അത് ഞാൻ ഇവിടെ പറയാൻ എനിക്ക് അനുവാദമില്ല. കാരണം അത് സിബിൻ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്തും ആയിക്കോട്ടെ, ഹാപ്പി ആണോ സാഡ് ആണോ എന്നുള്ളത് എന്തും ആയിക്കോട്ടെ, അത് സിബിനായിട്ട് വന്ന് പറയുമ്പോൾ സിബിൻ പറഞ്ഞോളും. കാരണം ഇപ്പൊ ഞാൻ തന്നെ സിബിന്റെ കാര്യം ഇപ്പൊ പറയുകയാണെങ്കിൽ ഞാനും ആളും തമ്മിൽ ചെയ്യുന്നതിൽ വ്യത്യാസമില്ലല്ലോ. അപ്പൊ എന്താണ് സിബിന് തോന്നിയത്, എന്താണ് സിബിന്റെ അവസ്ഥ എന്നുള്ളത് സിബിൻ സംസാരിക്കാത്ത ആളൊന്നുമില്ല. സിബിൻ നല്ല രീതിക്ക് സംസാരിക്കാൻ അറിയണ ആൾ തന്നെയാ. പക്ഷെ അദ്ദേഹം ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കുറച്ച് സമയം വേണമെന്ന് അദ്ദേഹം എടുക്കുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഒരുപാട് പേര് വന്നിട്ട് ഇങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് ഇങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു പറയണമെങ്കിൽ എനിക്ക് അദ്ദേഹം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു സംഭവത്തിൽ എന്താണ് എനിക്ക് ഉണ്ടായത്, സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യൂ എന്ന് എനിക്ക് തോന്നിപ്പോയി അത് കണ്ടപ്പോ. അതേപോലെ തന്നെ അഖിൽമാരാര് പറയുണ്ടായി കുറെ പെണ്ണുങ്ങൾക്ക് മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഒരു സത്യാവസ്ഥയെ പറ്റിയിട്ട് എനിക്ക് യാതൊരു അടിസ്ഥാനമായിട്ടൊരു അറിവില്ലാണ്ട് ഞാൻ അതിനെ പറ്റി സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നുള്ളതാണ്. ആക്ച്വലി പൂജനെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തിരിക്കുന്നവർക്ക് പുറത്തുനിന്നുള്ള ഒരു ഔട്ട് വ്യൂ കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറ്റും. അതിന്റെ ഹൗസിൽ ആദ്യമേ കയറിയ ആൾക്കാർക്ക് ഉള്ളിലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പക്ഷെ പൂജയ്ക്ക് പുറത്തിരുന്ന കാര്യങ്ങളും അറിയാം, അകത്ത് പോയിട്ടുള്ള ഒരു സംഭവങ്ങളും അറിയാം. അപ്പോ അത് എത്രത്തോളം ഡിഫറെന്റ് ആണ് പുറത്തുനിന്ന് കാണുന്നതും ഉള്ളിലുണ്ടാവുന്ന സംഭവങ്ങളും? കറക്റ്റ് അതേപോലെ തന്നെയാണോ പുറത്തേക്ക് കാണുന്നത്? അതായത് നമ്മളിപ്പോ പറയില്ലേ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ ഇത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. അതായത് ഫോർ മീ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടുത്തെ കണ്ടസ്റ്റൻസ് ഭയങ്കര ടഫായിരുന്നു, എനിക്ക് അതൊരു പ്രഷർ കുക്കർ ആയിരുന്നു ഞാൻ പറയില്ല. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ ഹൗസ് എനിക്ക് ഭയങ്കര ഫണ്ണായിരുന്നു സത്യം. ഞാൻ അത് തന്നെയാണ് ഇറങ്ങുമ്പോഴും പറഞ്ഞത്. പക്ഷെ എനിക്ക് അസുഖം വന്നുകൊണ്ട് മാത്രം നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ വന്നേ.